ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? സർവകലാശാല വിവാദത്തിൽ സർക്കാരുമായി ഗവർണർ കൊമ്പുകോർക്കുന്നത് നാടകമാണെന്ന് ആരോപിച്ച് അകലം പാലിച്ചിരുന്ന കോൺഗ്രസിന് സെൽഫ് ഗോളാവുകയാണ് സുധാകരന്റെ പരാമർശം. അധ്യക്ഷനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് നേതാക്കൾ. ഗവർണറെ അനുകൂലിക്കുക വഴി സുധാകരൻ RSSനെയാണ് പിന്തുണച്ചതെന്ന ആരോപണത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നേതാക്കൾ കുഴങ്ങുന്നു. പ്രതിപക്ഷ നേതാവും തടിതപ്പി. അതേ തിരുത്തിയല്ലോ. നമുക്കിപ്പോ സംസാരിക്കുമ്പോ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ വരുമ്പോ നമ്മളത് കറക്റ്റ് ചെയ്യുക, അതിനെല്ലാം അപ്പൊ തന്നെ തിരുത്തുക. അത് ചൂണ്ടിക്കാണിച്ച് കൊടുത്തപ്പോ അതിലുള്ള ഒരു അപകടം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു. നേതാക്കൾ അമർഷവും അതൃപ്തിയും കടിച്ചമർത്തുമ്പോൾ UDF കൺവീനർ MM ഹസൻ സുധാകരനെ തള്ളി. അത് പാർട്ടിയുടെ നിലപാടൊന്നും അല്ല. അത് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്തതിനെ ഞങ്ങൾ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ന്യായീകരിക്കാൻ ഒരു തീരുമാനം, ഒരു ചർച്ചയും നടന്നിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്രതീക്ഷിതമായി കിട്ടിയ ആയുധം ഭരണപക്ഷം നന്നായി വിനിയോഗിച്ചു. അദ്ദേഹത്തെ നിയോഗിച്ചത് ഹൈക്കമാൻഡാണോ അതോ BJP ആണോ? ഔദ്യോഗിക നിലപാടല്ലെങ്കിൽ അദ്ദേഹത്തെ KPCC പ്രസിഡന്റായിട്ട് നിലനിർത്താമോ? നടപടിയെടുക്കണ്ടേ? പുറത്താക്കണ്ടേ? സുധാകരനെതിരെ ചില MP-മാർ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടതായി സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.